Good afternoon, student. My name is Sapna. ഞാനാണ് നിങ്ങൾക്ക് മൈക്രോബയോളജി എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോബയോളജി, അതായത് മൈക്രോബയോളജിയെക്കുറിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷനാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൈക്രോബയോളജി ലാബിൽ യൂസ് ചെയ്യുന്ന ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചിട്ടാണ് ഇന്ന്. ഈ രണ്ട് ജസ്റ്റ് ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഒരു ഇൻട്രൊഡക്ഷൻ ടു മൈക്രോബയോളജി, അതായത് മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ് നമ്മളെന്ത് മൈക്രോബയോളജി ഇസ് എ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ്, ഓൾ ലിവിങ് മൈക്രോ ഓർഗാനിസംസ്. എല്ലാ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ കുറിച്ച് പഠിക്കുന്ന സ്റ്റഡിയാണ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഈ മൈക്രോ ഓർഗാനിസം എന്ന് പറയുമ്പോൾ വെരി സ്മോൾ ആയിട്ടുള്ള ഒരു തിങ്സ് ആണ് എന്ത് മൈക്രോ ഓർഗാനിസം. ഇത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, നമ്മൾ കാണുന്നത് മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷൻ വഴി ആയിരിക്കും നമ്മൾ മൈക്രോ ഓർഗാനിസം നമ്മൾ സ്വന്തം കണ്ടുകൊണ്ട് കാണാം. ഓക്കെ, അപ്പോൾ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയ, ഫംഗൈ, പ്രോട്ടോസോവ, ആൽഗെ ഇതൊക്കെയാണ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് അബൌട്ട് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോബയോളജി. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നെക്സ്റ്റ് ഈസ് ലബോറട്ടറി എക്യുപ്മെൻറ്റ്സ്. അതായത് നമ്മൾ ഒരു മൈക്രോബയോളജി ലാബിൽ യൂസ് ചെയ്യുന്ന ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, അതിന് മുന്നായിട്ട് വാട്ട് ഈസ് ലബോറട്ടറി, എന്താണ് ലബോറട്ടറി? ഓക്കെ, ലബോറട്ടറി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റൂം ഓർ എ പ്ലേസ് എക്യുപ്ഡ് ഫോർ ദി പെർഫോമൻസ് ഓഫ് ദി ടെസ്റ്റ്, എക്സ്പെരിമെൻറ്റേഷൻ, ഇൻവെസ്റ്റിഗേറ്റീവ് പ്രോസസ്സ്. അതായത് ലബോറട്ടറി ഇസ് എ റൂം എന്തിനു വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ, എക്സ്പെരിമെൻറ്റ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേറ്റീവ് പ്രോസസ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള പ്ലേസിനെയാണ്, അല്ലെങ്കിൽ സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു റൂമിനെയാണ് നമ്മൾ എന്ത് പറയുക, ലബോറട്ടറി എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലബോറട്ടറി എക്യുപ്മെൻറ്റ്. Laboratory equipment refers to the various tools used by scientists working in a laboratory. അതായത് നമ്മളൊരു ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ടൂൾസോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻസിനെയാണ് നമ്മൾ ലബോറട്ടറി എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി പറയാൻ പോകുന്നത് കുറച്ച് ലബോറട്ടറി ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ്. ജസ്റ്റ് ആ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചുള്ള എന്താണ് അതിൻ്റെ യൂസസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി നമുക്ക് സിലബസ് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് ബേസിക് ഇൻസ്ട്രുമെൻ്റ് ആണ് മൈക്രോസ്കോപ്പ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് മൈക്രോസ്കോപ്പ്. Microscope is an optical instrument consisting of a combination of lenses which magnifies the images of the object seen through it. അതായത് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇസ് എൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. അതായത് നമ്മൾ ലബോറട്ടറി യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ ഫോർ ദി ഒബ്സർവേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അതായത് മൈക്രോ ഓർഗാനിസത്തിൻ്റെ സെല്ലിനെ ഡിഫറെൻറ്റ് കൈൻഡ്സിൽ നമുക്ക് എന്താണ് മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷൻ വഴി കാണാൻ പറ്റും. അതായത് ഒരു മൈക്രോ ഓർഗാനിസം എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ബാക്ടീരിയനെ എടുക്കാം. ബാക്ടീരിയനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബാക്ടീരിയനെ നമ്മൾ സ്ലൈഡിലാക്കിയിട്ട് മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് നല്ല നമ്മൾ ഓൺ നേക്കിഡ് ആയിക്കൊണ്ട് ഡിഫറെൻറ്റ് കൈൻഡ്സിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതാണ് മൈക്രോസ്കോപ്പിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. അത് ഇത് യൂസസ് എന്ന് വെച്ചാൽ മോർഫോളജിക്കൽ സ്റ്റഡി ഓഫ് സ്മാൾ ഓർഗാനിസംസ് വിച്ച് ആർ നോട്ട് വിസിബിളി ബൈ നേക്കിഡ് ഐസ്. അതായത് നമ്മുടെ നേക്കിഡ് ആയിക്കൂടെ നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ മൈക്രോസ്കോപ്പിൻ്റെ ഹെൽപ്പോട് കൂടി ഈ ഡിഫറെൻറ്റ് കൈൻഡ്സിൽ ബാക്ടീരിയസ്, അതായത് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഷേപ്പ്, സൈസൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. Okay, next is types of microscope. Microscope in different types ആണ്. മെയിൻ ആയിട്ടും മൈക്രോസ്കോപ്പ് 3 ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആൻഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഓക്കെ, മൈക്രോസ്കോപ്പ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഫോർ ദി ഒബ്സർവേഷൻ ഓഫ് സ്മോൾ സൈഡ് മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസത്തിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഇത് 3 ടൈപ്പാണ്: സിമ്പിൾ, കോമ്പൗണ്ട് ആൻഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. Okay, next instrument is incubator. Incubator is mainly used to grow and maintain microbial culture. അതായത് മൈക്രോബിയൽ കൾച്ചറിനെ നമ്മൾ
നമ്മൾ എടുത്തിട്ടുള്ള ഒരു മൈക്രോബിയൽ കൾച്ചറിനെ വളരാൻ അല്ലെങ്കിൽ ഗ്രോ ചെയ്യാനോ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനോ ആവശ്യമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു മൈക്രോ ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യാൻ ഒരു പ്രോപ്പർ ടെമ്പറേച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, ആവശ്യമാണ്. അതായത് ഒരു പ്രോപ്പർ ടെമ്പറേച്ചർ ആവശ്യമായിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസം, അതൊന്നല്ല, മോസ്റ്റ് ഓഫ് ദി മൈക്രോ ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യാൻ ഒരു പ്രോപ്പർ ടെമ്പറേച്ചർ ആവശ്യമാണ്. ആ ടെമ്പറേച്ചർ നമുക്ക് ഇൻക്യുബേറ്ററിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ എന്ത് ചെയ്യാം, ഏത് ടെമ്പറേച്ചറിലാണ്, ഫോർ എക്സാമ്പിൾ ബാക്ടീരിയ, നമ്മൾ ഒരു ബാക്ടീരിയ എടുത്തു, ആ ബാക്ടീരിയക്ക് ഗ്രോ ചെയ്യാൻ ആവശ്യമുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം നമ്മൾ ആ 37 ഡിഗ്രി സെൽഷ്യസ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ്, ഇതാണ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്ന മെഷീൻ. ഈ ഒരു ഇൻക്യുബേറ്ററിൽ ഇവിടെ ഇത് അതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന പോർഷനാണ്. ഈ പോർഷനിൽ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ബാക്ടീരിയ ആയതുകൊണ്ട് 37 ഡിഗ്രി സെൽഷ്യസിലാണ് മോസ്റ്റ് ഓഫ് ദി ബാക്ടീരിയാസും വളരുന്നത്. അപ്പോൾ നമ്മളൊരു ബാക്ടീരിയനെ ഒരു ഫ്ലാസ്കിലോ അല്ലെങ്കിൽ ഒരു പെട്രി ഡിഷിലോ എടുത്തതിന് ശേഷം ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. അതിന് നമ്മൾ ഈ ഒരു 37 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തതിന് ശേഷം 1-2 ദിവസം ഈ ഇൻക്യുബേറ്ററിൽ വെക്കുക. ആഫ്റ്റർ 1-2 ദിവസത്തിന് ശേഷം നമ്മൾ ആ പ്ലേറ്റോ അല്ലെങ്കിൽ ആ ഒരു ഒരു ഓർഗാനിസം ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സാധനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ ഒരു ബാക്ടീരിയ വളർന്നിട്ടുണ്ടാവും. അതായത് ഇൻക്യുബേറ്ററിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്തെന്ന് വെച്ചാൽ നമ്മൾ എടുത്തിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പെർഫെക്റ്റ് ടെമ്പറേച്ചർ കൊടുക്കലാണ് ഇൻക്യുബേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Okay, third one is autoclave. Autoclave is mainly used for sterilization. അതൊരു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഓട്ടോക്ലേവ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിനെ പ്രോപ്പറായിട്ട് സ്റ്റെറൈൽ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോക്ലേവ് യൂസ് ചെയ്യുന്നത്. മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അത് മീഡിയാസ് ആവാം, അതുപോലെ നമ്മൾ വർക്ക് ചെയ്ത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ മീഡിയാസിനെ ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതർ എക്യുപ്മെൻറ്റ്സ്, അതായത് ഗ്ലാസ് വെയർസ്, പെട്രി പ്ലേറ്റുകളൊക്കെ പ്രോപ്പറായിട്ട് സ്റ്റെറൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോക്ലേവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വെച്ച ആ ഒരു സാധനം പ്രോപ്പറായിട്ട് സ്റ്റെറൈൽ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 121 ഡിഗ്രി സെൽഷ്യസിൽ 15 to 20 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെച്ച ആ ഒരു മെറ്റീരിയൽ, അത് മീഡിയാസോ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് സ്റ്റെറൈലായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ഒരു ഓട്ടോക്ലേവിൻ്റെ പിക്ചോറിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ വെച്ച ആ മീഡിയാസിനെ സ്റ്റെറൈൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ 121 ഡിഗ്രി സെൽഷ്യസിൽ 15-20 മിനിറ്റ്സ് എന്ന് എന്ന് പറഞ്ഞു. അത് നമ്മൾ ഈ ഒരു മെഷീനിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ 121 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഈ ഒരു മെഷീനിൽ ഓൾറെഡി സെറ്റായി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മീഡിയാസോ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സോ നല്ല ക്ലീൻ ആയിട്ട് കവർ ചെയ്തതിന് ശേഷം ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ വെക്കുക. അതിന് ശേഷം ഇലക്ട്രിക് കറണ്ട് വഴിയാണ് വർക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ കറണ്ട് വഴി ഓണാക്കി കഴിഞ്ഞാൽ ഒരു 15 to 20 മിനിറ്റ്സ് ശേഷം പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് കിട്ടും. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ഓട്ടോക്ലേവ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സിലബസിൽ പഠിക്കാനുണ്ട്. ബാക്കി അപ്പോൾ എൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും പ്രൊസീജിയറും ഇത് എങ്ങനെ ചെയ്യാം, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ പഠിക്കാം. അപ്പോൾ ഓക്കെ, ഓട്ടോക്ലേവ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദി സ്റ്റെറിലൈസേഷൻ ഓഫ് മെറ്റീരിയൽസ്. അത് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓട്ടോക്ലേവ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 121 ഡിഗ്രി സെൽഷ്യസിൽ 15 to 20 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ മെറ്റീരിയൽസ്, ആ മീഡിയാസോ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് സ്റ്റെറൈൽ ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി ഫോർത്ത് വണ്ണാണ് ഹോട്ട് എയർ ഓവൻ. ഈ ഒരു ഇൻസ്ട്രുമെൻറ്റും, അതായത് ഹോട്ട് എയർ ഓവനും മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് തന്നെയാണ്. അതായത് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഓട്ടോക്ലേവിൽ നമ്മൾ വാട്ടർ യൂസ് ചെയ്തിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ വെച്ച സാധനമൊക്കെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇൻ കേസ് ഓഫ് ഹോട്ട് എയർ ഓവനിൽ നടക്കുന്നത് എന്തായിരുന്നു, ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. അതായത് നമ്മൾ വെച്ച സാധനമൊന്നും മോയിസ്റ്റ് ആകത്തില്ല, ഡ്രൈ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്യാൻ എടുക്കുന്ന ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ വെച്ച സാധനം സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 160 ഡിഗ്രി സെൽഷ്യസിൽ 1 അവറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെച്ച ഏതൊരു മെറ്റീരിയലും പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് കിട്ടും. ഓക്കെ, മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അത്
ഗ്ലാസ് വെയർസ് ആവാം, ഓയിൽസ്, ടെസ്റ്റ് ട്യൂബ്സ്, പിപ്പറ്റ്സ്, അങ്ങനെയുള്ള ഏത് ടൈപ്പ് ഗ്ലാസ് വെയർസ് വെച്ച് കഴിഞ്ഞാലും നമുക്ക് ആഫ്റ്റർ 1 ഹവറിന് ശേഷം 160°C 1 ഹവറിൽ വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് കിട്ടും. ഓക്കെ, നമുക്ക് പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് ഒരു ഹോട്ട് എയർ ഓവൻ്റെ പിക്ചോറിക് റെപ്രസെൻറ്റേഷൻ. ഇതിൽ നമ്മൾ എന്താണ് നമ്മൾ വെക്കുന്ന ആ ഒരു മെറ്റീരിയൽസിനെ ബേസ് ചെയ്തിരിക്കും നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഗ്ലാസ് വെയർസും കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് 160°C വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ സാധനങ്ങൾ വെക്കുന്നതിന് മുന്നേ നമ്മളിവിടെ 160°C ഈ ഒരു നോബ്, ഇതൊരു നോബാണ്, നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ നോബ്. ഈ നോബ് നമ്മൾ മൂവ് ചെയ്തിട്ട് 160° ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉള്ളിൽ വെച്ച ശേഷം നന്നായിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം മെഷീൻ വർക്ക് ചെയ്യിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ 1 ഹവറിന് ശേഷം ആ ഒരു ഗ്ലാസ് വെയർസും സംഭവങ്ങളൊക്കെ പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ഹോട്ട് എയർ ഓവൻ. നെക്സ്റ്റ് ഈസ് റെഫ്രിജറേറ്റർ. റെഫ്രിജറേറ്റർ പറഞ്ഞാൽ നമ്മുടെ മൈക്രോബയോളജിയിൽ റെഫ്രിജറേറ്റർ സാധാരണ നമ്മുടെ ഫ്രിഡ്ജ് തന്നെ. ഓക്കെ, നമ്മുടെ ഓക്കെ, ഫിഫ്ത്ത് വൺ ഈസ് റെഫ്രിജറേറ്റർ. നമ്മുടെ മൈക്രോബയോളജി ലാബിൽ റെഫ്രിജറേറ്ററിൻ്റെ യൂസസ് എന്താണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ടും സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ്. അതായത് സ്റ്റോറേജ് ഓഫ് സ്റ്റോക്ക് കൾച്ചർ, സ്റ്റീറൈൽ മീഡിയാസ്, ആൻറ്റിബയോട്ടിക് സെറംസ്, അതായത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വരുന്ന ബാക്കി വരുന്ന സ്റ്റോക്ക് കൾച്ചറുകൾ, അതുപോലെ തന്നെ സ്റ്റീറൈൽ ആയിട്ടുള്ള മീഡിയാസ്, ഇതൊക്കെ സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോ ലാബിൽ റെഫ്രിജറേറ്റർ യൂസ് ചെയ്യുന്നത്. അതായത് മെയിൻ ആയിട്ടും സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് റെഫ്രിജറേറ്റർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും എക്സ്പെരിമെൻറ്റിന് ആവശ്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് സൊല്യൂഷൻസ്, സെറം സൊല്യൂഷൻസ് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടാമിനേഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ പറഞ്ഞു മൈക്രോ ഓർഗാനിസംസ് ഒക്കെ പ്രസൻറ്റ് ഇൻ എവ്രിവെയർ, എല്ലാ പ്ലേസസിലും പ്രസൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ലാബിലൊക്കെ അൺപ്രോപ്പറായിട്ട് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഈ മീഡിയാസ് അഥവാ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തോ അത് കണ്ടാമിനേറ്റഡ് ആവും. അപ്പോൾ അത് അതായത് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ അത് ചീത്തായിട്ടുള്ള പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് അതിൽ വന്ന് ഗ്രോ ചെയ്ത് നമ്മൾ ആ മീഡിയാസോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സോ കേടുവന്ന് പോകും, ചീത്തയായി പോകും. അപ്പോൾ ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് കവർ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് എന്താണ് അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടാമിനേറ്റഡ് ആവാതെ സ്റ്റീറൈലായിട്ട് നമുക്കതിനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ മൈക്രോബയോളജി ലാബിൽ റെഫ്രിജറേറ്ററിൻ്റെ യൂസസ് എന്താ വെച്ചാൽ ഫോർ ദി സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഫ്രിജറേറ്റർ മൈക്രോ ലാബിൽ യൂസ് ചെയ്യുന്നത്. Okay, sixth instrument is centrifuge. Okay, centrifuge is an apparatus that rotates at a high speed and separates substance of different densities. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സബ്സ്റ്റൻസിനെ, ഒരു സൊല്യൂഷനെ ഡിഫറെൻറ്റ് ഡെൻസിറ്റി, അതായത് ഹൈ സ്പീഡ് കൊടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സെൻട്രിഫ്യൂജ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സൊല്യൂഷനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സെപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻട്രിഫ്യൂജ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ബ്ലഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ബ്ലഡ് എടുത്തതിന് ശേഷം അത് സെൻട്രിഫ്യൂജിലിട്ട് കറക്കി കഴിഞ്ഞാൽ, റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് സെറവും പ്ലാസ്മായിട്ട് കിട്ടും. അപ്പോൾ അതായത് ഒരു സൊല്യൂഷനെ സെപ്പറേറ്റ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പോർഷനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻട്രിഫ്യൂജ് യൂസ് ചെയ്യുന്നത്. Okay, that is about centrifugation. And next is seventh is balance, weighing balance. അതായത് weighing balance mainly used for മെഷറിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിങ് ബാലൻസ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ മൈക്രോ ലാബിൽ യൂസ് ചെയ്യുന്ന മീഡിയാസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് മൊത്തം പൗഡേർഡ് ഫോമിലായിരിക്കും. അതായത് ആവശ്യമായിട്ടുള്ളതൊക്കെ പൗഡേർഡ് ടൈപ്പ് ആയിരിക്കും. നമ്മൾ ആ പൗഡർ വെച്ചിട്ടായിരിക്കും നമ്മൾ ആവശ്യമുള്ള മീഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഈ പൗഡേഴ്സൊക്കെ നമുക്ക് തോന്നിയത്ര എടുക്കലില്ല, അതിനൊക്കെ ഓരോ കണക്കും ക്വാണ്ടിറ്റി എത്രത്തോളം എടുക്കണം എന്നുള്ള ഒരു പ്രോപ്പർ കോമ്പോസിഷനൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കറക്റ്റ് കോമ്പോസിഷൻ, കറക്റ്റായിട്ട് എത്രത്തോളം ക്വാണ്ടിറ്റി എടുക്കണമെന്ന് കറക്റ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിങ് ബാലൻസ് നമ്മുടെ മൈക്രോ ലാബിൽ യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ വെയിങ് ബാലൻസ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ മെഷറിങ് ടെക്നിക്. ഓക്കെ, next is water bath. Water bath is to maintain water at a constant temperature and it is used in micro laboratory for incubations. ഓക്കെ, ഈ വാട്ടർ ബാത്ത് നമ്മുടെ മൈക്രോ ലബോറട്ടറിയിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻക്യുബേഷൻസിന് വേണ്ടിയിട്ടാണ്. അതായത്
ഇൻക്യുബേഷൻ ഇതാണ് എന്ത് വാട്ടർ ബാത്തിൻ്റെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ. പിക്ചർ എന്ന് പറയുന്നത് വാട്ടർ ബാത്തിൻ്റെ പിക്ചർ ഇതാണ്. ഇതിൽ നമ്മൾ വാട്ടർ ഈ ഒരു എക്യുപ്മെൻറ്റ് ഈ ഒരു പോർഷനിൽ നമ്മൾ ആവശ്യത്തിന് വാട്ടർ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രോപ്പർ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഇതിൽ സെറ്റ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ടൈം വെച്ച് കഴിഞ്ഞാലും ഈ ഒരു നമ്മൾ ഈ എക്യുപ്മെൻറ്റിൽ ആഡ് ചെയ്ത വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള സാമ്പിൾ ഒരു 10 ഒരു 15 മിനിറ്റ്സോ ഇൻക്യുബേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു വാട്ടർ ബാത്തിൽ ഇറക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്തിൽ ഇൻക്യുബേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതായത് കോൺസ്റ്റൻ്റ് ആയിരിക്കും ടെമ്പറേച്ചർ. എത്ര ലോങ് ടൈം ഓഫ് പീരീഡ് ഒക്കെ കഴിഞ്ഞാലും അതിൻ്റെ നമ്മൾ ഈ ഒരു മെഷീനിൽ നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ ചേഞ്ച് ആവത്തില്ല. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള സാമ്പിളിനൊക്കെ പ്രോപ്പറായിട്ട് ഒരു 10 or 15 മിനിറ്റ്സ് ഒക്കെ ഇതിൽ വെച്ചിട്ട് ഇൻക്യുബേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ദിസ് ഈസ് അവർ വാട്ടർ. നെക്സ്റ്റ് ഈസ് ലാമിനാർ എയർ ഫ്ലോ. Okay, it is a enclosed ventilated laboratory workspace for safely working with materials contaminated with the pathogens. Okay, laminar airflow, അതായത് ലാഫ്, it is mainly used for culturing. അതായത് കൾച്ചറിങ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് എക്യുപ്മെൻറ്റ് മെയിനായിട്ട് നമ്മൾ മൈക്രോബയോളജി ലാബിൽ യൂസ് ചെയ്യാറ്. അതായത് കൾച്ചറൊക്കെ നമ്മൾ ഒരു സ്റ്റീറിയൽ ആയിട്ടുള്ള എൻവിറോൺമെൻറ്റിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, നമ്മളൊരു സ്റ്റീറിയൽ അല്ലാത്ത പ്ലേസിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൾച്ചർ ചെയ്യണം എന്തിനാ, നമുക്ക് ആവശ്യമായിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അൺസ്റ്റീറിയൽ പ്ലേസിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താകും, നമുക്ക് ആവശ്യമുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ കൂടെ ആവശ്യമില്ലാത്ത മൈക്രോ ഓർഗാനിസം കൂടി ഗ്രോ ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്റ്റീറിയൽ ആയിട്ടുള്ള എൻവിറോൺമെൻറ്റിൽ കൾച്ചർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് ലാമിനാർ എയർ ഫ്ലോ എന്ന് പറയുന്നത്. ഇറ്റ്സ് എൻക്ലോസ്ഡ് വെന്റിലേറ്റഡ് ലബോറട്ടറി വർക്ക് സ്പേസ് ആണ് ഫോർ ഇങ്ങനെ സേഫ്ലി വർക്കിംഗ് വിത്ത് contaminated pathogens. So laminar airflow is mainly used for the culturing purposes. Okay, ഇതാണ് ഇനോക്കുലേഷൻ ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് ഇനോക്കുലേറ്റിംഗ് ലൂപ്പ് എന്ന് പറയാം. ഇതിനെ ഇനോക്കുലേറ്റിംഗ് നീഡിൽസ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇനോക്കുലേറ്റിംഗ് ലൂപ്പ്, ഈ ലൂപ്പ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഓഫ് മൈക്രോ ഓർഗാനിസം ടു മീഡിയ ആൻഡ് സ്ലൈഡ്. അതായത് നമ്മൾ എടുത്ത മീഡിയയിലോട്ട് മൈക്രോ ഓർഗാനിസത്തിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ലൂപ്പിൻ്റെ ഡയമീറ്റർ, അതായത് ഈ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എബൌട്ട് 5 millimeter ആണ്. ഓക്കെ, അതുപോലെ ഈ ഒരു പോർഷൻ മേഡപ്പ് ചെയ്തിട്ടുള്ള പ്ലാറ്റിനം നിക്രോം വയർ കൊണ്ടാണ് ഈ ഒരു പോർഷൻ മേഡപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കൾച്ചർ ചെയ്യാൻ വേണ്ട സമയത്ത് ഈ ഒരു ലൂപ്പിൻ്റെ നമ്മൾ ആ സാമ്പിളിലോട്ട് ഈ ഒരു റൗണ്ട് ഈ സർക്കുലർ പോർഷൻ മാത്രം ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ മീഡിയയിലോട്ടോ സ്ലൈഡിലോട്ടോ സാമ്പിൾസിനെ മൈക്രോ ഓർഗാനിസം ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പ്ലാറ്റിനം ആൻഡ് നിക്രോം. അതുപോലെ തന്നെ സെയിം ഫംഗ്ഷൻ തന്നെയാണ് എന്തിന്, ഇനോക്കുലേറ്റിംഗ് നീഡിൽസിനും. പിന്നെ ആ ഒരു സർക്കുലർ പോർഷൻ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ, ഡയറക്റ്റ് ഒരു നീഡിലായിട്ടാണ് ഇത് കാണപ്പെടാറ്. ഇതുപോലെ സ്റ്റീറിയൽ ചെയ്തതിന് ശേഷം നമ്മൾ സാമ്പിൾ ഡിപ്പ് ചെയ്തിട്ട് മീഡിയയിലോട്ടോ അല്ലെങ്കിൽ സ്ലൈഡിലോട്ടോ ട്രാൻസ്ഫർ ചെയ്യുക സാമ്പിൾസിനെ. ദാറ്റ്സ് അബൌട്ട് ഇനോക്കുലേറ്റിംഗ് ലൂപ്പ് ആൻഡ് നീഡിൽസ്. ഇറ്റ് മെയിൻലി യൂസ്ഡ് ഫോർ ദി ട്രാൻസ്ഫർ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ടു മീഡിയ ആൻഡ് സ്ലൈഡ്സ്. ഒരു സ്മോൾ എമൗണ്ട് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ആ ഒരു സ്പെസിമെനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഒരു കവർ സ്ലിപ്പ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ മെല്ലെ ഡിപ്പ് ചെയ്ത് വെക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷൻ വഴി ആ ഒരു ബാക്ടീരിയൻ്റെ സെല്ലിനെ കാണാൻ സാധിക്കും. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് കവർ സ്ലിപ്പ്. നെക്സ്റ്റ് ഈസ് പെട്രി ഡിഷ്. ഓക്കെ, and next one is a petri dish. It is mainly used to make agar plate for microbiology studies. അതായത് നമ്മൾ മൈക്രോബയോളജി സ്റ്റഡീസിന് ആവശ്യമായിട്ടുള്ള അഗാർ പ്ലേറ്റ്സുകളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പെട്രി ഡിഷ് യൂസ് ചെയ്യുന്നത്. Okay, this petri dish is partially filled with warm liquid containing agar and a mixture of specific ingredients that may include nutrients, blood, salt, carbohydrate, dyes, indicate amino acids. Okay, ഈ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളൊരു മീഡിയയിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളതെല്ലാം. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ പെട്രി ഡിഷിലോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മീഡിയാസ്, വാം ലിക്വിഡ് കണ്ടെയ്നിങ് അഗാർ ലിക്വിഡ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പെട്രി ഡിഷിലോട്ട് ആഡ് ചെയ്ത് കംപ്ലീറ്റ് ഒരു പെട്രി പ്ലേറ്റിന് ഫുള്ളായിട്ട് നമ്മൾ മീഡിയാസ് ഒന്നും
പോർ ചെയ്തില്ല, ഒഴിക്കത്തില്ല. അതിൻ്റെ ഒരു പാർഷ്യലി ഒരു ഹാഫ് പോർഷനിൽ മാത്രമേ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മീഡിയാസ് ഒഴിച്ചു കൊടുക്കുള്ളൂ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അത് സെറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ ഈ അഗാർ പെട്രി ഡിഷിൽ നമ്മൾ ഒഴിക്കുന്ന മീഡിയാസിനെ നമ്മൾ സോളിഡ് മീഡിയാസ് മാത്രമേ നമ്മൾ ഈ ഒരു പെട്രി പ്ലേറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. അതായത് ലിക്വിഡ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് ലിക്വിഡ് ഫോമിലായിരിക്കും. ആ ലിക്വിഡ് ഫോം നമ്മൾ സോളിഡ് ഫോം ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് അഗാർ എന്ന് പറയുന്നത്. ഈ അഗാർ ആഡ് ചെയ്തിട്ടുള്ള ലിക്വിഡ്സ് നമ്മൾ ഈ ഒരു പെട്രി ഡിഷിലോട്ട് ആഡ് ചെയ്യും. ഒരു പാർഷ്യലി, അതിപ്പോൾ ഹാഫ് പോർഷൻ മാത്രമേ നമ്മൾ മീഡിയാസ് ഫില്ല് ചെയ്യുള്ളൂ. ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളത് സെറ്റ് ആവാൻ വേണ്ടി വെക്കും. സെറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ ഇതിലോട്ട് എന്ത് ചെയ്യുക, ഓർഗാനിസത്തിനെ ഇനോക്കുലേറ്റ് ചെയ്തിട്ട് ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടി വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ന്യൂട്രിയൻസ്, ബ്ലഡ്, സാൾട്ട്, കാർബോഹൈഡ്രേറ്റ്, ഡയറ്റ്സ്, ഇൻഡിക്കേറ്റ്, ഇതൊക്കെ പറഞ്ഞാൽ എന്താണ്, നമ്മളെ ഒരു മീഡിയയിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളാണ് ഈ പറഞ്ഞിട്ടുള്ളതെല്ലാം. ഓക്കെ, അതുപോലെ തന്നെ പെട്രി ഡിഷും പെട്രി പ്ലേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, പെട്രി ഡിഷ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് മീഡിയ, അതായത് നമ്മൾ മീഡിയ ഒഴിക്കാത്ത ഒരു ഡിഷിനെയാണ് പെട്രി ഡിഷ് എന്ന് പറയുന്നത്. അതായത് മീഡിയ ഒഴിക്കാത്തൊരു കാലി പ്ലേറ്റിനെയാണ് പെട്രി ഡിഷ് എന്ന് പറയാം. അതുപോലെ തന്നെ ഈ പെട്രി ഡിഷിലോട്ട് നമ്മൾ മീഡിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് പറയും, പെട്രി പ്ലേറ്റ് എന്ന് പറയും. ഓക്കെ, ഇത് മാറിപ്പോയത്. പെട്രി ഡിഷ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് മീഡിയ, പെട്രി പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ വിത്ത് മീഡിയ. ഓക്കെ, അപ്പം നമ്മൾ മീഡിയ പ്രിപ്പയർ ചെയ്തിട്ട്, അഗാർ ആഡ് ചെയ്തിട്ടുള്ള മീഡിയ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഈ പെഷിലോട്ട് ഒഴിച്ചിട്ട് പോർ ചെയ്തിട്ട് നമ്മൾ എന്താക്കും, അത് പെട്രി പ്ലേറ്റ് ആയിട്ട് മാറും. നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓർഗാനിസത്തിനെ ഇനോക്കുലേറ്റിംഗ് ലൂപ്പ് വെച്ചിട്ട് ഇനോക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം ഇൻക്യുബേറ്ററിൽ നമ്മൾ ആ ഒരു ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻക്യുബേറ്റ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം നോക്കുമ്പോൾ ഈ ഒരു പ്ലേറ്റിൽ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഗ്രോ ചെയ്ത് നമുക്ക് നമ്മുടെ നേക്കിഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റും. ഡിഷസ് അബൌട്ട്. നെക്സ്റ്റ് ഈസ് പിപ്പറ്റ്. 13th one is pipette. Pipette is mainly used for സാമ്പിളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിപ്പറ്റുകൾ യൂസ് ചെയ്യുന്നത്. അതായത് ടു ടൈപ്പ് പിപ്പറ്റ്സുകൾ. ഇത് മൈക്രോ പിപ്പറ്റ്, ഈ ഒരു 3 ബ്ലൂ കളറുകൾ മൈക്രോ പിപ്പറ്റും, ഇത് കുറച്ച് ഇതും സെയിം ടൈപ്പ് പിപ്പറ്റ്. ദിസ് ഇസ് പിപ്പറ്റ് ആൻഡ് ദിസ് ഈസ് കോൾഡ് മൈക്രോ പിപ്പറ്റ്. ഈ മൈക്രോ പിപ്പറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്രോ, അതായത് വളരെ കുറച്ച് ക്വാണ്ടിറ്റികൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൈക്രോ പിപ്പറ്റുകൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ദിസ് ടൈപ്പ് ഓഫ് പിപ്പറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ 1 ml 2 ml 5 ml ക്വാണ്ടിറ്റി ഉള്ള സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലാസ് പിപ്പറ്റുകൾ യൂസ് ചെയ്യാം. ആൻഡ് ദിസ് വൺ ഫോർ മൈക്രോ ലിറ്റേഴ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി, അത് കുറച്ച് വളരെ സ്മോൾ ക്വാണ്ടിറ്റി ഉള്ള സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പിപ്പറ്റ് ഡിഫിക്കൽട്ടീസ് ആയിരിക്കും. എടുക്കാൻ പറ്റും, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടിൽ വേരിയേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കേസിലൊക്കെ നമ്മൾ മൈക്രോ പിപ്പറ്റുകളാണ് യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് മെഷറിംഗ് ജാർ. മെഷറിംഗ് ജാർ ഇസ് മെയിൻലി യൂസ്ഡ് ഫോർ മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതായത് ലിക്വിഡ്സ് ഒക്കെ മെഷർ ചെയ്യാൻ, ഡിസ്റ്റിൽഡ് വാട്ടർ, നമ്മൾ മൈക്രോ ലാബിലൊക്കെ മീഡിയ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്റ്റിൽഡ് വാട്ടർ, പിന്നെ അതുപോലെ തന്നെ പലതരം സൊല്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ സൊല്യൂഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഷറിംഗ് ജാർസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് സൈസിലുള്ള മെഷറിംഗ് ജാർസ് ഉണ്ട്, മെയിൻലി യൂസ്ഡ് ഫോർ മെഷറിംഗ് ഓഫ് സൊല്യൂഷൻസ്. അതായത് നമുക്ക് ആവശ്യമുള്ള സൊല്യൂഷൻസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഷറിംഗ് ജാർസ് യൂസ് ചെയ്യുന്നത്. അതായത് ഇതിപ്പോൾ 250 ml ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സൈസിലെ 500 ml ആൻഡ് 2000 ml ഒക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോണിക്കൽ ഫ്ലാസ്ക് ഉണ്ട്. അതിന് 15th one ആണ് ടെസ്റ്റ് ട്യൂബ്. ഓക്കെ, അപ്പോൾ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യാൻ, അതുപോലെ മീഡിയ ടെസ്റ്റ് ട്യൂബിലൊക്കെ നമുക്ക് കൾച്ചർ ചെയ്യാനോ അല്ലെങ്കിൽ സാമ്പിൾ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെയാണ് ടെസ്റ്റ് ട്യൂബ്. പിന്നെ 16th one ആണ് ഫിൽറ്റർ പേപ്പർ. ഓക്കെ, ഫിൽറ്റർ പേപ്പർ ഈസ് മെയിൻലി യൂസ്ഡ് ടു സെപ്പറേറ്റ് സോളിഡ് ഫ്രം ലിക്വിഡ്സ്. അതായത് ലിക്വിഡ്സ് ആയിട്ടുള്ള സാമ്പിൾസ്, സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അതിന് നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സൊല്യൂഷൻ ലിക്വിഡ് ഫോമിലായിട്ടുള്ള മീഡിയാസിലെ എന്തെങ്കിലും സോളിഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്തിട്ടുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിൽറ്റർ പേപ്പേഴ്സ് ഉണ്ട്. മെംബ്രെയിൻ ഫിൽറ്റർ പേപ്പർ, വാട്ട്സ്മാൻ നമ്പർ ഫിൽറ്റർ പേപ്പർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിൽറ്റർ പേപ്പേഴ്സ് ഉണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല. ജസ്റ്റ് ഫിൽറ്റർ പേപ്പർ എന്തിനാണ് നമ്മുടെ മൈക്രോ ലാബിൽ യൂസ് ചെയ്യുന്നത് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അതായത് നമ്മൾ
ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ലിക്വിഡ് ഫോമിലുള്ള ഒരു സബ്സ്റ്റൻസിൽ നിന്നും സോളിഡ് ആയിട്ടുള്ള ഐറ്റംസിനെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ഇത്രേ ഉള്ളൂ ഇന്ന് ഇൻട്രൊഡക്ഷൻ ഓഫ് മൈക്രോബയോളജി. പിന്നെ അതുപോലെ തന്നെ ബേസിക് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഇൻ മൈക്രോ ലബോറട്ടറി. ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് എന്നോട് ചോദിക്കാം. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത്രേ പറയുന്നുള്ളൂ. കുറച്ചും കൂടി അടുത്ത നെക്സ്റ്റ് ക്ലാസ് തൊട്ട് കുറച്ചും കൂടി ക്ലാസ്സുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക ചെയ്താൽ മതി, ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു. ദാറ്റ്സ് അബൌട്ട് ടുഡേയ്സ് ക്ലാസ്.